we'll be discussing about normal reaction and tension force. Okay, so എന്താണ് normal reaction എന്ന് പറയുമ്പോൾ? It's a kind of contact force, അല്ലേ? ഒരു തരം contact force ആണ് normal reaction എന്ന് പറയുന്നത്. Normal reaction, let's say we have something like ഒരു surface eye contact, let's say there is a body. Okay, let's say this is a block of mass m. Surface is on. Okay, so ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറയൂ, എന്തൊക്കെ ഫോഴ്സസ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക? ചുമ്മാ ഒരു വസ്തു ഒരു ടേബിളിന്റെ മുകളിലോ നിലത്തോ ഫ്ലോറിലോ എവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? നോർമൽ ഫോഴ്സ് ഉണ്ടാവും. നോർമൽ ഫോഴ്സ് എങ്ങോട്ടേക്കാ ഉണ്ടാവുക? താഴോട്ട്, മുകളിലോട്ടാണോ? ഓക്കെ ഓക്കെ, പറയാം. നമ്മള് ഏതൊരു വസ്തു ആയാലും എർത്തിലാണ് ഇരിക്കുന്നത്, അല്ലെ? എർത്തിൽ ഇരിക്കുന്ന എന്നുള്ള അസംഷനിലാണ്. അപ്പൊ ഏതാ? ലെറ്റ്സ് പറയാം ഡീറ്റെയിൽ ആയി പറയാം. അപ്പൊ താഴോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും, വിച്ച് ഇസ് കോൾഡ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇത് എം മാസ് ഉള്ള സാധനം ആയതുകൊണ്ട് എം ജി താഴോട്ടുണ്ടാവും, വിച്ച് ഇസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, മുകളിലോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും, അല്ലെ? മുകളിലോട്ട് ഉണ്ടാവുന്നത് ബോഡീന്റെ മുകളിലേക്കുള്ള ഫോഴ്സ് ആണ്, which will be acting upwards. Okay, ആ ഫോഴ്സ് നോർമൽ ഫോഴ്സ് ആണ്. നോർമൽ ഫോഴ്സ് അല്ലെങ്കിൽ നോർമൽ റിയാക്ഷൻ എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. ഓക്കെ, അപ്പോ താഴോട്ട് എം ജി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, മുകളിലോട്ട് നോർമൽ ഫോഴ്സ് ഉണ്ട്. താഴോട്ടുള്ള ഫോഴ്സ് കാരണം വസ്തു താഴോട്ടേക്ക് വീഴുന്നുണ്ടോ? ഇല്ലല്ലോ, അത് അവിടെ തന്നെ നിൽക്കുകയല്ലേ. അപ്പൊ അവിടെ തന്നെ നിൽക്കുന്നതിന് കാരണം എന്താണ്? മുകളിലോട്ടുള്ള നോർമൽ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോ എം ജി എന്ന് പറയുന്നത് എർത്ത് ഭൂമി വസ്തുവിലേക്ക് ചെലുത്തുന്ന ഫോഴ്സ് ആണ്, അല്ലെ? The force acted upon the body by the earth. Okay, mg force acted upon the block by earth ആണ്, അല്ലെ? നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് it is a force acted upon the body by the surface. Okay, surface എന്ന് പറയുന്നത് ഇതാണല്ലേ, surface ഇതല്ലേ surface. അപ്പൊ surface ബോഡീന്റെ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നോർമൽ റിയാക്ഷൻ എന്നായിട്ട് കാണിക്കുന്നത്. ഇതൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് ഫോഴ്സസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോ ബോഡി ഈസ് നോട്ട് ഫോളിങ് ഡൗൺ. സോ ദ നോർമൽ റിയാക്ഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോ എന്തുകൊണ്ടാണ് ഈ ഫോഴ്സ് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവാത്തത്? ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുന്നുണ്ടോ ഫോഴ്സ്? ഓക്കെ, അത് പിന്നെ ചോദിക്കാം, നമ്മള് ഫോഴ്സസ് മൊത്തം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാം. ഇപ്പൊ നോർമൽ റിയാക്ഷനെ പറ്റി പറയാം. ഓക്കെ, അപ്പോ നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത്, നോർമൽ എന്ന് വിളിക്കുന്നതിന് കാരണം എന്താണ്? ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ, സർഫസുമായിട്ട് ഫോഴ്സ് ഉണ്ടാക്കുന്ന ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 90 ഡിഗ്രീസ്, അല്ലെ? സർഫസ് ഇതാണ്, ഫോഴ്സ് ഇതാണ്, അല്ലെ? ദിസ് ഇസ് ദ സർഫസ് and this is the force. They make an angle 90 degrees, so it is called normal force. Okay, and also that it acts perpendicular to the surface of contact. Okay, so it acts perpendicular to the surface of point of contact. Okay, alright, ഇനി നമുക്ക് വേറൊരു ബോഡീനെ കൺസിഡർ ചെയ്യാം. Let's say ഒരു inclined plane ആണ്. Okay, inclined പ്ലെയിനിൽ നമ്മളൊരു ബോഡീനെ വെച്ചിരിക്കാന്ന് വിചാരിക്കാം. Say we have a body like this on an inclined plane. Okay, ഇതിനകത്ത് നോർമൽ റിയാക്ഷൻ എങ്ങനെയായിരിക്കും?
നോർമൽ റിയാക്ഷൻ ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ സർഫസ്, റൈറ്റ്? അപ്പൊ ഇതാണ് സർഫസ് അല്ലേ? സർഫസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നോർമൽ റിയാക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. Yeah. This is the perpendicular അല്ലേ? നമുക്ക് ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ this is 90 degrees. അപ്പൊ ഇവിടെ നോർമൽ റിയാക്ഷൻ അതിലൊന്ന് അൺമ്യൂട്ട് ചെയ്യണം. നിങ്ങൾ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ 90 ഡിഗ്രീസിലാണ്, സർഫസിന് 90 ഡിഗ്രീസിലായിരിക്കും നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ഫോഴ്സ്. ഈ കാണിച്ചിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫോഴ്സ് ആക്ടഡ് അപ്പോൺ ദ ബോഡി ബൈ ദ സർഫസ്. ഓക്കെ, ഏതിന് മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൺ ദ ബോഡി ബൈ വാട്ട്? ഓക്കെ, അപ്പോ ഇവിടെ there is another force. There is actually a normal reaction. ഏതൊക്കെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാവുന്ന സ്ഥലത്തൊക്കെ നോർമൽ റിയാക്ഷൻ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോഡിയും സർഫസും കോണ്ടാക്റ്റിലാണ്. ബോഡിയിലേക്ക് ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്, സർഫസിലേക്കും നോർമൽ റിയാക്ഷൻ ഉണ്ട്. ഇപ്പൊ സർഫസിലേക്കുള്ള നോർമൽ റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ അതും that will also be perpendicular to the body. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രീസ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ കാണിച്ചിരിക്കുന്നത് നോർമൽ റിയാക്ഷൻ ബൈ ദ ബോഡി ഓൺ ടു ദ സർഫസ്. ബോഡി എന്ന് പറയുന്നത് ഈ ബ്ലോക്ക്. ഓക്കെ, ബൈ ദ ബ്ലോക്ക് ഓൺ ടു ദ സർഫസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരെണ്ണം എടുക്കുകയാണെങ്കിൽ ലെറ്റ്സ് സേ വി ഹാവ് സംതിങ് ലൈക്ക് എർത്ത്. ഓക്കെ, എർത്ത് ആണെന്ന് വിചാരിക്കുക. ഏകദേശം okay, let's say we have a body right here. ഈ ഒരു പോയിന്റിൽ ബോഡി ഇരിക്കുന്നു എന്ന് വിചാരിക്കാം, ബോഡി ഓഫ് മാസ് m. ഓക്കെ, അപ്പൊ ഇതിന്റെ മുകളിൽ ഉണ്ടാവുന്ന നോർമൽ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? സർഫസ് ഇതാണ്, എർത്തിന്റെ ഈ ഭാഗമാണ് സർഫസ് അല്ലെ? എർത്തിന്റെ ആ ഭാഗമാണ് സർഫസ്. അപ്പൊ അതിന്റെ മുകളിൽ ഉണ്ടായിരിക്കുന്ന നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വുഡ് ഫീൽ ആസ് ഇഫ് ഇത് പുറത്തേക്ക് പോകുന്ന മാതിരിയാണ് തോന്നുക. ഓക്കെ, ഇങ്ങനെയാണ് നോർമൽ റിയാക്ഷൻ ഉണ്ടാവുക. ഹിയർ ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഈ യെല്ലോ കാണിച്ചിരിക്കുന്നതാണ് നോർമൽ റിയാക്ഷൻ. ഓക്കെ, സോ ദിസ് ഇസ് ദ നോർമൽ റിയാക്ഷൻ ആക്ടഡ് അപ്പോൺ ദ ബോഡി. ഓക്കെ, ഇനി വേറൊരു സ്ഥലത്താണ്, ഇവിടെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. ഇവിടെ ഇരിക്കുന്ന ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കാം. ആ ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനകത്തേക്ക് എങ്ങനെയാണ് ഫോഴ്സ് ഉണ്ടാവുക? ഫോഴ്സ് വിൽ ബി ഡയറക്ട്ലി പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. ഓക്കെ, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നോർമൽ റിയാക്ഷൻ ഉണ്ടാവുക. ഇവിടുത്തെ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രീസ് ആയിരിക്കും. ഓക്കെ, so it will feel as if it is coming from the center. Okay, clear അല്ലേ? അപ്പൊ നോർമൽ റിയാക്ഷൻ ഓൾവേസ് ആക്ട് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. Okay, and perpendicular to the point of contact. And forces always act in pair അല്ലെ? എപ്പോഴും forces pairs-ലാണ് ഉണ്ടാവുക. ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ you can see ഇവിടെ A and B എന്ന് നമ്മൾ ഫോഴ്സസിനെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു കേസിനകത്ത് ഇവിടെ നമുക്ക് A ഫോഴ്സ് എന്ന് പറയുന്നത് it is the force acted upon the mass upon the block by the surface. Okay, B എന്ന് പറയുന്നത് which is a force acted upon the surface by the block. Okay, so the two forces are acting on different bodies. ആദ്യത്തെ ഫോഴ്സ് ബ്ലോക്കിന്റെ മുകളിലാണ് അപ്ലൈഡ് ആവുന്നതെങ്കിൽ രണ്ടാമത് സർഫസിന്റെ മുകളിലേക്കാണ് അപ്ലൈഡ് ആവുന്നത്. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? Any doubts?
ക്ലിയർ ആണ്? നോർമൽ റിയാക്ഷൻ ക്ലിയർ ആണ് എല്ലാവർക്കും? Yes, ma'am. Okay, so let's move on to the next thing, which is tension force. Okay, so tension force endana? Tension usually acts in a string or a rod or a chain, alle? ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ടെൻഷൻ ഫോഴ്സ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. ലെറ്റ്സ് സേ വി ഹാവ് എ സീലിംഗ് ലൈക്ക് ദിസ്. ഒരു സീലിംഗ് ഉണ്ട്, അതിന്റെ മുകളിൽ ഡയറക്ട്ലി സ്ട്രിങ് അറ്റാച്ച്ഡ് ആണ്. സ്ട്രിങ്ങിന്റെ അറ്റത്ത് ഒരു ബോഡി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇതിനകത്ത് നമുക്കറിയാം, ഇതിനകത്ത് ഉണ്ടാവുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത്, we know that there is force due to gravity which is acting downwards. Yeah, it is acting directly downwards. That is, ഇതിന്റെ മാസ് m ആണെങ്കിൽ this will be mg, അല്ലേ? അപ്പോ ഈ ബോഡി താഴോട്ടേക്ക് വീഴുന്നുണ്ടോ? ഇല്ലല്ലോ, അവിടെ നിൽക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു ചെയിനിൽ കണക്ട് ചെയ്ത് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ താഴോട്ടേക്ക് വീഴുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മുകളിലോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. യാ, അപ്പൊ മുകളിലോട്ടേക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഇതിനകത്ത് സിദ്ധാർത്ഥ് വരയ്ക്കുന്ന സാധനങ്ങൾ ഇതിനകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ബോർഡിനകത്തേക്ക് വരുന്നുണ്ട്. അതൊന്ന് എറേസ് ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോ ഇത് താഴേക്ക് വീഴുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതിനകത്ത് ഒരു ഫോഴ്സ് വേണ്ടതാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, there is a force which should be acting away from the point of contact. Okay, so there's a force which is acting away from the point of contact, which is known as the tension force. Okay, here we can see the body താഴോട്ട് വീഴാത്തതുകൊണ്ട് mg will be equal to t. Okay, whatever the value mg has, it will be exactly equal to the tension force. അപ്പോൾ ഈ സ്ട്രിങ്ങിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ ഫോഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. Okay, also we shall take another example. Okay, വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, let's say there are two bodies, two blocks of masses m and m. Okay, m1 and m2 എന്ന് എടുക്കാം എന്നാല്. Okay, and they are connected through a string. ഒരു സ്ട്രിങ്ങിലൂടെ കണക്ട് ചെയ്തിരിക്കാന്ന് വിചാരിക്കാം. Okay, and there is a force acted upon the body m2. m2 ന്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. Okay, and the bodies m1 and m2 are connected by a string and there is a force acted upon it. Okay, അപ്പൊ ഇതിനകത്ത് നമ്മൾ ടെൻഷൻ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതൊരു സ്ട്രിങ് ആണ്. ഓരോ ബോഡീന്റെ മുകളിലും there is a force. Tension force always act away from the point. Okay, so ഈ first കേസിൽ നോക്കുകയാണെങ്കിൽ you can see that it acts away from the point. Yeah, so ഇവിടെയും it will be acting away from the point of contact, that is ഇവിടെ along the stringil കൂടെ away from the point. അതായത് m1 ന്റെ കേസിൽ there will be a tension T. Okay, let's say T1. ഇവിടെയും away from the point along the string ഒരു ടെൻഷൻ ഉണ്ടാവും. Okay, let's call it T2, tension T2. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ there is another string. Yeah, so അതിലും away from the point of contact there will be a tension force and it will be along the string. Okay, so let's call it T3. Okay, so tension force always act away from the point. Okay, remember that point, along the string. പിന്നെ ഇവിടെ ഒരൊറ്റ സ്ട്രിങ് ആണ് ഇത്. ഇതൊരു സിംഗിൾ സ്ട്രിങ് ആണ് അല്ലെ? m1 ഉം m2 ഉം കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ സ്ട്രിങ് ആണ്. ഇഫ് ദ സ്ട്രിങ് ഇസ് മാസ്ലെസ്, നമ്മുടെ മാസ്ലെസ് ആണെങ്കിൽ യൂഷ്വലി നമ്മുടെ കേസിലൊക്കെ മാസ്ലെസ് സ്ട്രിങ്ങിനെയാണ് തരാറ്. മാസ്ലെസ് സ്ട്രിങ് ആണ് തരുന്നതെങ്കിൽ അതിൽ സെയിം സ്ട്രിങ്ങിൽ എന്തായിരിക്കും? ടെൻഷൻ വിൽ ബി സെയിം. അതായത് ഇവിടെ T1 and T2 will be the same. Okay, we take it as T
this tension will be T. Okay, this is another string. അപ്പോൾ അവിടെ tension same ആയിരിക്കില്ല. ഇവിടെ T1 and T2 will be the same. Okay, if string is the string, the tension will be the same if the string is massless. Okay, so I think that is clear. Let's take one more example. Okay, we take another example. Let's say for a ceiling. Sorry. Say there is a ceiling. Okay, onto which ഒരു സ്ട്രിങ്ങിലൂടെ കണക്ട് ചെയ്തിരിക്കുകയാണ് ഒരു മാസിനെ. ഇതാണ് ബോഡിന്ന് കൺസിഡർ ചെയ്യാം. Which is connected by another string which is connected to a ceiling. Okay, രണ്ട് ceilings ആണ് ഇതിനകത്തുള്ളത്. രണ്ട് ceilings വെച്ച് രണ്ട് rods ആയിട്ട് രണ്ട് strings ആയിട്ട് body connect ചെയ്തിട്ടുണ്ട്. Okay, so this is a body of mass m. Okay, അപ്പോൾ ഇതിന്റെ അകത്ത് we know that tension force act away from the point of contact along the string അല്ലെ. അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ we can see that ഇവിടെ away from the point along the string there will be a tension. Let's say T1. ഇവിടെയും point of contact ഉണ്ട്, so there will be a tension T2 അല്ലെ. ഇവിടെയും ഒരു point of contact ഉണ്ട് സീലിംഗിൽ, അപ്പോൾ there will be a tension along the string away from the point. Let's call it T3. ഇവിടെയും ഉണ്ടാവും tension. Let's call it T4. Okay, അപ്പോൾ ഇവിടെ since the string is the same, T1 will be equal to T4. Yeah, and here again we have same string, so T2 will be equal to T3. Okay, the tension force will be equal. Yeah, and that is because the string is massless. Okay, massless case വരുന്ന സമയത്ത് tension will be different. Okay, so mostly we will be discussing with cases where the string is massless. Okay, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ടെൻഷൻ ഫോഴ്സിനെ പറ്റി പറയേണ്ടത്. നെക്സ്റ്റ് we will be discussing a very important topic. Okay, and that is, I want you to note this down, free body diagram. ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിലേക്കുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ആണ് കേട്ടോ. ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ we will need this later. Okay, നമ്മൾ ന്യൂട്ടൺസ് ലോസ് ഒക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ there you will feel it easier to do problems. Okay, അതുകൊണ്ടാണ് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം തന്നെ. ഓക്കെ, ഈ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത് അതിന്റെ റൂൾസ് ആദ്യം പറയാം. എങ്ങനെ ചെയ്യും എന്നുള്ളത് വിൽ സ്റ്റഡി ലേറ്റർ. Let me first write down the rules. I want you to write it along with me. Okay, so free body diagram, the first rule is that body is considered to be a point mass. Body is considered to be a point mass. The second rule is that we will show all the forces acting on the body. Okay, so this is very important, acting on the body. Okay, we show all the forces acting on the body. Okay, and the third rule is that we need a frame of reference to look at. Or we need an observer. Okay, forces needn't be the same when you are at different frame of reference. Okay, നിങ്ങൾ ഫ്രെയിം ഓഫ് റെഫറൻസ് വ്യത്യാസമാകുന്ന സമയത്ത് ഫോഴ്സ് ഒരേ സാധനം ആയിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ യൂഷ്വലി നമ്മൾ എടുക്കുന്നത് എന്താ വെച്ചാൽ യു ആർ അറ്റ് റെസ്റ്റ് വെൻ ലുക്കിംഗ് അറ്റ് ദി ഫോഴ്സ്. ഓക്കെ, ഈ കാര്യങ്ങൾ നമ്മൾ വിൽ ബി ഡിസ്കസിങ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. Okay, so let's
ഫസ്റ്റ് ടേക്ക് an എക്സാമ്പിൾ. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഈ റൂൾസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സേ വി ഹാവ് a surface, okay, onto which we keep a block of mass m. Okay, അപ്പൊ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം ആണ് നമുക്ക് വരയ്ക്കേണ്ടതെന്ന് വിചാരിക്കാം. ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സസും നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീ ബോഡി ഡയഗ്രത്തിൽ കാണിക്കണം. സോ ഹിയർ വി നോ ദാറ്റ് there is a force which is acting downwards. അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് is acting towards the center of earth, അല്ലെങ്കിൽ നമ്മൾ അത് downwards എന്നാണ് ജനറലി പറയാ, which is equal to mg. അല്ലെ, and there is a force which is acting upwards, which is a normal force. അല്ലെ, അപ്പോ ഇവിടെയുള്ള ഫോഴ്സസ് ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് ബോഡി ഈസ് കൺസിഡർഡ് ടു ബി എ പോയിന്റ് മാസ്. അപ്പൊ പോയിന്റ് മാസ് ആയിട്ട് കൺസിഡർ ചെയ്തു. യാ, ആൻഡ് വിൽ ഷോ ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി. That is, mg is acting on the body by the earth. Okay, so mg is shown downwards and there is normal force which is acting upwards. Okay, appo free body diagram complete ayo. We'll show all the forces acting upon the body. Is this complete? Is there any force which is left to be shown? ഇതിനകത്ത് കാണിക്കാത്ത ഫോഴ്സ് ഏതെങ്കിലും ഉണ്ടോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, there is a force which is acting downwards and which has an value n, right? Normal reaction. അതായത് ബോഡീന്റെ മുകളിലേക്ക് ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്, that is this one. ഇങ്ങോട്ടേക്ക് ഒരു നോർമൽ റിയാക്ഷൻ ഇല്ലേ? ഐശ്വര്യ പറയൂ, നോർമൽ റിയാക്ഷൻ ഇല്ലേ? ലിയ, നോർമൽ റിയാക്ഷൻ താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നില്ലേ? അപ്പൊ അത് ഫ്രീ ബോഡി ഡയഗ്രത്തിൽ കാണിക്കണോ? Yes, ma'am. അപ്പൊ നോർമൽ റിയാക്ഷൻ കാണിക്കണം എന്നാണോ പറയുന്നത്? റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന നോർമൽ റിയാക്ഷൻ, ഷുഡ് ഐ ബി മാർക്കിംഗ് ഇറ്റ് ഹിയർ ഓൺ ദ ഫ്രീ ബോഡി ഡയഗ്രാം? The thing is that we wouldn't. Okay, എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് it is acted upon the surface. This normal reaction upon the surface, it is a force acted upon the surface, not on the body. Okay, by the block. അപ്പോ ഈ ഫോഴ്സ് എന്തായിരിക്കില്ല, നമ്മൾ ഇതിന്റെ അകത്ത് ഫ്രീ ബോഡി ഡയഗ്രത്തിനകത്ത് കാണിക്കില്ല. ഫ്രീ ബോഡി ഡയഗ്രത്തിനകത്ത് കാണിക്കുന്നത് are the forces which are acting on the body. Okay, അപ്പൊ ഇതിനകത്ത് ഇത് കംപ്ലീറ്റ് ആണ്. This is a complete free body diagram. Okay, clear ആണോ? Is there any doubt, anything? അപ്പൊ I want you to mark these 3 points. Okay, frame of reference എന്താണെന്നുള്ളതിനെ പറ്റി ഐഡിയ ഉണ്ടോ? Frame of reference എന്ന് പറയുമ്പോൾ let me quickly go through that. Okay, so frame of reference എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്തൊരു ബോഡീനെ അത് മോഷനിലാണ് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നുണ്ട്, ചലിക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് എവിടെ നിന്നാണ് അത് നമ്മൾ പറയുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? ലെറ്റ്സ് സേ നിങ്ങളിപ്പോ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. നിങ്ങൾ വീട്ടിൽ നിങ്ങൾ നിങ്ങളുടെ ചെയറിൽ ഇരിക്കുകയാണ്. അപ്പോ റൂമിലേക്ക് കയറി വരുന്ന ഒരാൾക്ക് they will feel as if you are at rest. അല്ലെ, റൂമിലേക്ക് കയറി വരുന്ന അമ്മ കയറി വരാണ്, അവർക്ക് നിങ്ങൾ റെസ്റ്റിൽ ഇരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്, അല്ലെ? അതേസമയം ചന്ദ്രനിൽ നിന്ന് ഒരാൾ നിങ്ങളെ വീക്ഷിക്കുകയാണെന്ന് വിചാരിക്കാം. somebody is observing you from the moon. For them you wouldn't be at rest, you will be moving because the earth is moving, right? earth move ചെയ്യുന്നുണ്ട്, earth rotate ചെയ്യുന്നുണ്ട്, and it is revolving, yeah, around the sun. അപ്പോ ചന്ദ്രനിൽ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം you are not at rest, you are moving. Okay, so his frame of reference in that case is moon. Okay, so with respect to moon you are moving right now.
യാ ഓർ പുറത്തുനിന്ന് വേറൊരു ഗാലക്സി എന്നാണ് നോക്കുന്ന സമയത്താണെങ്കിൽ the motion becomes more complex. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ചൂസ് ചെയ്യുക. We will always choose the frame of reference such that the motion is the simplest in that frame. Okay, അപ്പൊ ഏറ്റവും സിമ്പിൾ ആയി നമുക്ക് മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഫ്രെയിം ആയിരിക്കും നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നുണ്ടാവുക. ഓക്കെ, so I'll give one more example for how to draw a free body diagram. Okay, so let's say the case is body ഒരു inclined plane ലാണെന്ന് വിചാരിക്കാം. Okay, this is the inclined plane. Let's say there is a body right here. Okay, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ബോഡിനെ, ഈ എം മാസ് ഉള്ള ബോഡിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെയാ വരക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ ഫ്രീ ബോഡി ഡയഗ്രാം ഫേസ്റ്റ് റൂൾ എന്താണ്? ഇതിനെ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് കാണിക്കുക അല്ലെ. അടുത്ത റൂൾ എന്താണ്? ഇതിന്റെ മുകളിലുള്ള എല്ലാ ഫോഴ്സസും, ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സസും നമ്മൾ കാണിക്കും. ഇതിന്റെ മുകളിൽ we know that there will be a force which is acting downwards, mg അല്ലെ. and normal force എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? normal to the surface അല്ലെ, 90 degrees to the surface. അപ്പൊ there is mg force which is acting downwards or towards the center of the earth. Yeah, and there is normal force acting in this direction. Yeah, അപ്പൊ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ our free body diagram will look like this. Yeah, ഇതാണ് നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം ഈ കേസിൽ. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു കേസ് എടുക്കാം. വേറൊരു കേസ് where let's say ഒരു സീലിംഗ് ആണ്, ആ സീലിംഗിന്റെ മുകളിൽ ഒരു പുള്ളി കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, സോ പുള്ളി is connected, പുള്ളി P is connected and ഇതിന്റെ മുകളിലൊരു റോഡിലൂടെ ഒരു സ്ട്രിങ്, ഓക്കെ, സ്ട്രിങ്ങിലൂടെ രണ്ട് ബ്ലോക്സിനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കാം of mass m1 and m2. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോ m1 മാസിന്റെ മുകളിലാണെന്ന് വിചാരിക്കാം. ദിസ് ഇസ് m1. ഓക്കെ, m1 ന്റെ ഫ്രീ ബോഡി ഡയഗ്രാം ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ m1 ന്റെ മുകളിൽ there is m1g acting downwards അല്ലെ, and there is a tension force, let's say T. tension acts along the string away from the point അല്ലെ. അപ്പൊ tension മേലോട്ടായിരിക്കും, let's call it T1. okay, so tension is acting upwards here. okay, അപ്പൊ m1 ന്റെ കേസിൽ there is m1g acting downwards and there is tension T1 acting upwards. or in the case of m2, അവിടെയാണ് നമ്മൾ കേസ് എടുക്കുന്നതെങ്കിൽ there is m2g acting downwards and there is a tension force along the string acting upwards. Let's take it as T2. okay, for point mass ആയിട്ട് കാണിക്കണം. m2g is acting downwards and T2 is acting upwards. okay, ഇവിടെ ഒരൊറ്റ സ്ട്രിങ് ആണ്, ഇവിടെ ഒരൊറ്റ സ്ട്രിങ് ആയിട്ടാണ്, ഈ ഒരൊറ്റ സ്ട്രിങ്ങിന്റെ രണ്ടറ്റങ്ങളിലാണ് മാസ് കണക്ട് ചെയ്തെങ്കിൽ, രണ്ട് ബ്ലോക്കും കണക്ട് ചെയ്തെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ശരിക്ക് T1 is equal to T2. സ്ട്രിങ് മാസ്ലെസ് ആണെങ്കിൽ ഇവിടെ മാസ്ലെസ് ആയതുകൊണ്ട് we can take T1 equal to T2. ഓക്കെ, അപ്പോ അങ്ങനെ എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ആക്ച്വലി ഇതിന് പകരം എന്ത് എഴുതിയാൽ മതി? T എന്ന് എഴുതിയാൽ മതി. T1 equal to T ആണ്, T2 is also equal to T. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നത്. ഓരോ ബോഡീന്റെ മുകളിലും അപ്ലൈഡ് ആവുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതാണ് നമ്മൾ എന്തിനകത്ത് കാണിക്കുന്നത്? ഫ്രീ ബോഡി ഡയഗ്രത്തിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഫ്രീ ബോഡി ഡയഗ്രാം ഇസ് വെരി വെരി ഹെൽപ്ഫുൾ while solving the problems. okay, that is why you have to be familiar with these diagrams. okay, so we've been discussing three things today. First thing is about normal reaction. Take another page. So the first thing,
normal reaction. Normal reaction എന്ന് പറയുന്നത് is a type of force അല്ലെ, type of force when two bodies are in contact. Okay, and it always acts, since the name suggests, it always acts normal to the surface. Okay, normal to the surface of contact. Second thing we discussed today is tension force, yeah, which is denoted by the letter T. And tension always act away from the point of contact along the string. Okay, and the third thing we discussed today is about free body diagrams. Okay, and the rules which should be taken care of while drawing a free body diagram. Okay, so you have to be familiar with all three things before going into the details of Newtonian mechanics. Okay, ഇപ്പോൾ നമ്മൾ ന്യൂട്ടോണിക് മെക്കാനിക്സ് പഠിക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ we will be able to solve the problems very easily. Okay, and there is a very long list of problems you will have to do during this semester. Okay, so you should be very thorough with today's lesson. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ഒന്നുകൂടെ മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചെന്ന് നോക്കി ക്ലാസ് ഒന്നുകൂടെ കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ക്ലിയർ ഇറ്റ് വിത്ത് മീ. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്, നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഓൾറൈറ്റ്, so you have to be thorough before the next class. You have to be very clear about all these three things. Okay, and from tomorrow's next class onwards we will be discussing Newton's laws. Okay, അടുത്ത ക്ലാസ്സിൽ we will be discussing about Newton's laws of motion. Okay, first law, second law, third law ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. Okay, and we'll be doing problems along with the class. Okay, so only 2 minutes is left. If there is any doubt regarding anything that we have discussed today, you can now ask me. Okay, so this is your time for discussion today.